ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ കടന്നു വരുവാൻ, കുടുംബമായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആദരണീയായ കർത്താവിൻ്റെ ദാസൻ, കുടുംബം, മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരോടും ഒപ്പം കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അലക്സ് പാസ്റ്റർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പാസ്റ്ററാണ്. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങൾ ആയി തീർന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. ദൈവം കണ്ടുമുട്ടുവാൻ ദൈവം തന്ന അവസരമായിട്ട് ഞാനതിനെ കാണുന്നു. ഇപ്പോഴും ദൈവമാക്കിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെക്കുറിച്ച് അല്പകാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വളരെ നമ്മുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇങ്ങനെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയൊക്കെ കാണുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത്. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവ് നമ്മളോട് ഇടപെടുവാൻ ഇടവരട്ടെ. നമ്മുടെ മാനുഷിക ഒരു ശബ്ദമല്ല, ദൈവം നമ്മളോട് സംസാരിപ്പാൻ ഇടയായി തീരട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കൃപയുടെ പ്രവാഹം ദൈവം നമ്മിൽ പകരുവാനായിട്ട് ഇടയായി തീരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാണ് കർത്താവ് നമ്മെ നിലനിർത്തിയിരിക്കുന്നത്. ആ പ്രവാഹം ഒന്ന് നമ്മളിൽ ചൊരിയുവാൻ ഇടവരുത്തുമാറാകണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപാകടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ മടങ്ങുകില്ലിന്നീ വീടുന്നിനി ഞാൻ മടങ്ങുകില്ലിന്നീ വീടുന്നിനി ഞാൻ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടേണമേ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്നാൽ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ ഒഴുക്കാതിരുന്നാൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്കെല്ലാം വലിയ വ്യതിയാനങ്ങൾ, വലിയ മാറ്റങ്ങൾ വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്ന മുഖവരയായിട്ട് 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 11, 12, 13 ഭാഗങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 11ന്റെ അവസാനം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ശലോമോൻ രാജാവ് ആമേൻ.
പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ ഇവിടെ ഗലീലയിലെ ഒരു ചരിത്രം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമേ ഉള്ളൂ. ശലോമോൻ ഹീരാമിന് 20 പട്ടണം ഗലീല ദേശത്ത് കൊടുത്തു. ഗലീലയിൽ 20 പട്ടണങ്ങൾ ശലോമോൻ ഹീരാമിന് കൊടുത്തു. പക്ഷേ ഇത് ഹീരാം വന്ന് കാണുമ്പോൾ തനിക്കിത് ബോധിച്ചില്ല, തനിക്കത് ഇഷ്ടപ്പെട്ടില്ല. താൻ പറഞ്ഞു ഇത് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആ പട്ടണത്തിന് കാബൂൽ ദേശം എന്ന് പേരായിരുന്നു, അല്ലെങ്കിൽ കാബൂൽ എന്ന് ആ ദേശത്തിന് പേര് വന്നു. കാബൂൽ എന്ന് പറഞ്ഞാൽ ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്തത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ 20 പട്ടണത്ത് ഗലീലയിൽ 20 പട്ടണം ശലോമോൻ രാജാവ് ഹീരാമിന് കൊടുത്തിട്ടും ഹീരാം പറഞ്ഞു ഇതൊന്നിനും കൊള്ളത്തില്ല, തനിക്കത് ബോധിച്ചില്ല. അതൊരു കാബൂൽ ദേശമാണ്, അത് ശൂന്യതയുള്ളതാണ്, അത് വരണ്ട ദേശമാണ്, ഇത് തനിക്ക് ബോധിച്ചില്ല. 20 പട്ടണത്തെ ഗലീല ദേശത്തെ 20 പട്ടണത്തെ താൻ തള്ളിക്കളഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ പല മേഖലകളുണ്ട് പ്രൈസ് ഗോഡ്, ശൂന്യമായി നിൽക്കുന്ന അല്ലെങ്കിൽ വരണ്ട അവസ്ഥകൾ, അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാത്ത തള്ളിക്കളയുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അതുപോലെ തന്നെ ഹീരാം അല്ലെങ്കിൽ ഇതിനെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ ബോധിച്ചില്ല, കാബൂൽ എന്ന പേര് വലിച്ചു, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് കാലങ്ങൾക്ക് ശേഷം കർത്താവ് അവിടെ ചെയ്തത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനുഷ്യൻ തള്ളിക്കളഞ്ഞതെങ്കിലും പ്രൈസ് ഗോഡ് കർത്താവ് കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കർത്താവ് ആ ദേശത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പെട്ടെന്ന് പറഞ്ഞു പോകാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇരുട്ടിലിരുന്ന ജനം, പ്രൈസ് ഗോഡ്, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. ഗലീല ദേശം ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അല്ലെങ്കിൽ മരണത്തിന്റെ നിഴലിൽ ദേശത്തിൽ വരുന്ന ജനത്തിന് പ്രകാശം ഉദിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇരുട്ടുള്ള ദേശമാ, ഇരുട്ടുള്ള മേഖലയാ, അല്ലെങ്കിൽ പ്രകാശമില്ലാത്ത സ്ഥലമാ ഗലീല. പക്ഷെ ആ ഗലീലയിൽ യേശു കർത്താവിന്റെ കാല് കുത്തിയപ്പോൾ കർത്താവ് അവിടെ വരുമ്പോൾ പ്രൈസ് ഗോഡ് അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ പ്രകാശം ഉദിക്കുന്നു, അവിടെ വെളിച്ചം ലഭിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മാത്രമല്ല 4-ാം അധ്യായത്തിന്റെ താഴോട്ട് വായിക്കുവാൻ സമയമെടുക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ അവിടെ യേശു ക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ 4 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിൽ 3 ശിഷ്യന്മാർ അല്ലെങ്കിൽ യേശുവിൻ്റെ ഇന്നർ സർക്കിളിലുള്ള 3 ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പ് ഗലീല കടൽ തീരത്ത് നിന്നാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനുഷ്യൻ തള്ളിക്കളഞ്ഞ ആ ഗലീലയിൽ നിന്നാണ് യേശു കർത്താവ് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം പലയിടത്തും അല്ലെങ്കിൽ യേശു അനേകരെ കൊണ്ടുപോയില്ല, പലയിടത്തും കൊണ്ടുപോയി 3 ശിഷ്യന്മാരെ കൊണ്ടുപോയി. ഏറ്റവും അടുത്ത് നിന്ന് ഇന്നർ സർക്കിളിൽ യേശു കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെട്ട അല്ലെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ, ഹല്ലേലൂയ. ലേഖനങ്ങളും സുവിശേഷങ്ങളും അല്ലെങ്കിൽ വെളിപ്പാടുകളും എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ. അല്ലെങ്കിൽ പത്രോസ് കർത്താവിന് വേണ്ടി വളരെ ശക്തമായി പ്രയോജനപ്പെട്ടു. അതുപോലെ ലേഖനങ്ങൾ എഴുതി. യാക്കോബും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ഇങ്ങനെ പ്രയോജനപ്പെട്ട 3 പേരുടെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഹീരാം തള്ളിക്കളഞ്ഞ 20 പട്ടണമായ ഗലീലയിൽ നിന്ന് കർത്താവ് 3 പേരെ തിരഞ്ഞെടുപ്പാനായിട്ട് ഹല്ലേലൂയ ഇടവന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മാത്രമല്ല നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഗലീലെ കാനാവിൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തി. പ്രൈസ് ഗോഡ്, അടയാളങ്ങളുടെ ആരംഭമായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ദേശമായി ഗലീല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുട്ടുള്ള ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗലീലയിലെ അവരുടെ പ്രത്യേകത, വളരെ പ്രത്യേകതയുണ്ട് ആ ഭവനത്തിന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ കഷ്ടതയുള്ളപ്പോഴാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. പ്രയാസമുള്ളപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലെത്തും. അടയാളങ്ങൾ ദൈവം ചെയ്യും, അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമെന്ന് കണ്ടിട്ട് കർത്താവിൻ്റെ സന്നിധിയിലെത്തും. പക്ഷേ ആ ഭവനത്തിൻ്റെ ഒരു പ്രത്യേകത, കാനാവിലെ ഭവനത്തിൻ്റെ പ്രത്യേകത, അവരൊരിക്കലും അടയാളങ്ങളുടെ ആരംഭമെന്നാണല്ലോ അവിടെ വായിക്കുന്നത്. അപ്പം അടയാളങ്ങൾ കർത്താവ് അതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അടയാളങ്ങൾ ചെയ്യുമെന്ന് കണ്ടിട്ടല്ല യേശുവിനെ ക്ഷണിച്ചത്. അവരുടെ പ്രയാസത്തിലല്ല യേശുവിനെ ക്ഷണിച്ചത്, അവരുടെ ഭാരത്തിലല്ല യേശുവിനെ ക്ഷണിച്ചത്. അവരുടെ ഏറ്റവും സന്തോഷകരമായ കല്യാണത്തിന് യേശുവിനെ അവർ ക്ഷണിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖവേളയിലും പ്രയാസവേളയിലും അല്ല നാം കർത്താവിനെ മുറുകെ പിടിക്കേണ്ടത്. നമ്മുടെ സന്തോഷവേളയിലും നമുക്ക് അനുഗ്രഹം ദൈവം തരുമ്പോഴും നാം കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ നാം നിന്ദിക്കപ്പെടുന്ന അവസ്ഥകളിൽ അല്ലെങ്കിൽ അവർ വലിയൊരു നിന്ദയിലേക്ക് കടന്നു പോകാമായിരുന്നു. പക്ഷെ ആ നിന്ദയ്ക്ക് ദൈവം അനുവദിച്ചില്ല. ആ വെള്ളത്തെ വീഞ്ഞാക്കി അവരെ മാനിച്ചു. അപ്പം നമ്മുടെ പ്രയാസവേളകളിലല്ല, നമ്മുടെ സന്തോഷവേളകളിൽ കർത്താവിനെ മുറുകെ പിടിച്ച നമുക്കൊരു ഭാരവും പ്രയാസവും വരുമ്പം കർത്താവ് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. ശിഷ്യന്മാർ ദൈവത്തിൽ വിശ്വസിച്ചു, കർത്താവിൽ വിശ്വസിച്ചു നമ്മൾ വായിക്കുന്നു. പ്രൈസ് ഗോഡ്. അത് 3-ാമത്തെ കാര്യമായിരുന്നു. 4-ാമത്തെ കാര്യം പ്രൈസ് ഗോഡ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ദൂതൻ പ്രത്യക്ഷനായിട്ട് മത്തായിയുടെ സുവിശേഷം 28 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൂതൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ ആ സഹോദരിയോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറയുക, ഗലീലേക്ക് പോക, അവിടെ യേശുവിനെ കാണും. അപ്പോൾ യേശുവിനെ കാണാൻ എവിടെ ചെല്ലണം? ഗലീലേക്ക് ചെല്ലണം. പ്രൈസ് ഗോഡ്. അതിനുശേഷം യേശുവിനെ അവർ നേരിട്ട് കാണുന്നുണ്ട്. 28-ാം അധ്യായത്തിൽ യേശുവിനെ ആ സഹോദരിമാർ കാണുമ്പോൾ യേശുവിനും പറയാനുള്ളത് അതാണ്, ഗലീലേക്ക് വരിക, എനിക്ക് അവിടെ നിങ്ങളോട് ഞാൻ അവിടെ നിങ്ങൾ
നിങ്ങൾ എന്നെ കാണും എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണണമെങ്കിൽ എവിടെ ചെല്ലണം? ഗലീലയിൽ ചെല്ലണം. അതിനുശേഷം ഗ്രേറ്റ് കമ്മീഷൻ, ഏറ്റവും വലിയ ആ കമ്മീഷൻ ദൈവം കർത്താവ് കൊടുക്കുന്നത് ഗലീലയിൽ വെച്ചാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തള്ളിക്കളഞ്ഞ ആ ഗലീലയെ യേശു കർത്താവിൻ്റെ വരവോടുകൂടെ യേശു കർത്താവ് 5-6 കാര്യങ്ങൾ ചെയ്യുന്നു. ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന യേശു കർത്താവ്, ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന യേശു കർത്താവ്, കനാവിലെ കല്യാണത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന യേശു കർത്താവ്, അവസാനത്തെ കമ്മീഷൻ കൊടുക്കുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ മേഖലകളിൽ നാം ജീവിക്കുന്ന മേഖലകളിൽ നാം അനുഭവിക്കുന്ന ഇരുട്ടിൻ്റെ അവസ്ഥകൾ ഉണ്ടായിരിക്കാം, വരണ്ട അവസ്ഥകൾ ഉണ്ടായിരിക്കാം, മറുപടിയില്ലെന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. പക്ഷേ യേശു കർത്താവിനെ നാം മുറുകെ പിടിക്കുമ്പോൾ, ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം വ്യതിയാനം വരും. നമ്മുടെ ഇരുട്ടിനെ ദൈവം വെളിച്ചമാക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പറയാൻ ആഗ്രഹിച്ച വിഷയം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 12, 13, 14 വാക്യങ്ങളൊന്ന് വായിക്കാം. ആമേൻ. ഇവിടെ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ വളരെ സുപരിചിതമായ വാക്യമായിരിക്കാം, ഇവിടെ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മാറത്തടിക്കും. പ്രൈസ് ഗോഡ്. ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളി ഓർത്തവർ മാറത്തടിക്കും. അല്ലെ, ഉത്സിത നഗരങ്ങൾ, ഉത്സിതം ഉണ്ടാകേണ്ടടുത്ത് എന്താ ഉണ്ടാകുന്നത്? സന്തോഷഭവനം ഉണ്ടാകേണ്ടടുത്ത് എന്താ ഉണ്ടാകുന്നത്? മുള്ളും പറക്കാരെയും മുളയ്ക്കും. അരമന ഉപേക്ഷിക്കപ്പെടും. കൊട്ടാര സമമായ അരമനകൾ പ്രേക്ഷകൾ ഉപേക്ഷിക്കപ്പെടും. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. പ്രേക്ഷകൾ കുന്നും കാവൽ മാളികയും സദാകാലത്തെ ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതുകളുടെയും സന്തോഷസ്ഥാനവും ആട്ടിൻ കൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവുമായി തീരും. എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടുവാനും ഉയർച്ച പ്രാപിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ നേരെ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് എപ്പം വരെ സംഭവിക്കും എങ്ങനെയാണ് ഇതിനൊരു മാറ്റം സംഭവിക്കുന്നത്? അതിന് തൊട്ടടുത്ത വാക്യത്തിലുണ്ട്. പ്രേക്ഷകൾ ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ എപ്പം വരെ സംഭവിക്കും? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. ആ ആത്മാവിൻ്റെ ഒരു പകർച്ച നമ്മിൽ എപ്പോൾ ഉണ്ടാകുമോ, നമ്മുടെ അവസ്ഥകൾക്കും ഗതികൾക്കും എല്ലാ അവസ്ഥകൾക്കും ദൈവം ഒരു മാറ്റം നൽകുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ശക്തി എത്രത്തോളം നമ്മുടെ മേൽ ആവസിക്കാമോ അത്രത്തോളം ആ ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച നമ്മിൽ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവിടെ വലിയൊരു വ്യതിയാനം വരികയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥകൾ, വരണ്ട അവസ്ഥകൾക്ക് എന്തായി തീരും? ഉദ്യാനമായി തീരും, പൂന്തോട്ടമായി തീരും. ഗുണമില്ലാത്ത, മണമില്ലാത്ത, നിറമില്ലാത്ത അവസ്ഥകളിൽ നിന്ന് ഒരു മാറ്റം വരികയാണ്. ഒരു ഉദ്യാനമായി, ഒരു പൂന്തോട്ടമായി മാറുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിൻ്റെ 18 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതിയിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും സ്വൈര്യത നഷ്ടപ്പെടാറുണ്ട്, അല്ലെ, സമാധാനം നഷ്ടപ്പെടാറുണ്ട്, നിർഭയത ഇല്ലാതാകുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ പറയുകയാണ്, ആത്മാവിൻ്റെ പകർച്ച നമ്മിൽ വരുന്നതോടുകൂടെ സമാധാനം ലഭിക്കുന്നു, നിർഭയത ലഭിക്കുന്നു, സ്വൈര്യത ലഭിക്കുന്നു. വിശ്രാമ സ്ഥലങ്ങളിൽ അവർ ഭവിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ഉയർച്ച ലഭിക്കുവാൻ, സമാധാനം ലഭിക്കുവാൻ, നിർഭയത ലഭിക്കുവാൻ ഒരു ആത്മാവിൻ്റെ പകർച്ച നമ്മിൽ ലഭിക്കാൻ ഇടയായി തീരണം. ആത്മാവിൻ്റെ പകർച്ച നമ്മിൽ വരുമ്പോൾ ആകമാനം ഒരു മാറ്റം പ്രൈസ് ഗോഡ് ദൈവം നമ്മിലേക്ക് പകരുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പൗലോസും ആഗ്രഹിച്ചത് അതുതന്നെയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പൗലോസും ആഗ്രഹിച്ചത് ആത്മാവിൻ്റെ പകർച്ച നമ്മിൽ പകരണമെന്ന്. ഒത്തിരി എതിർപ്പുകളുടെ നടുവിലും, ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്നവരുടെ നടുവിലും പൗലോസ് ഒന്നേ ആഗ്രഹിച്ചുള്ളൂ: സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കണമെന്നാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 19 നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, വായിച്ചു വിടാം. അതിൻ്റെ 19-ാം വാക്യത്തിൽ, 19-ാം അധ്യായത്തിലേക്ക് വരുമ്പം നാം കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ അനേക എതിർപ്പുകൾ ആ ദേശത്തുണ്ടായിരുന്നു. എഫെസോസിൽ അനേക എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പൗലോസ് ഒറ്റ ചോദ്യമേ അവിടെ ചോദിക്കുന്നുള്ളൂ. പ്രേക്ഷകരിൽ ആ എതിർപ്പുകൾ എന്തെല്ലാമായിരുന്നു? ഞാൻ ജസ്റ്റ് അതിൻ്റെ പദപ്രയോഗം മാത്രം വായിച്ച് വിടാം. അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ
അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. അപ്പോൾ ഒന്ന്, അവർ കഠിന ഹൃദയരായിരുന്നു, അവരനുസരിക്കാത്തവരായിരുന്നു, അവർ മാർഗത്തെ, ദൈവനാമത്തെ ദുഷിക്കുന്നവരായിരുന്നു. മറ്റൊന്ന് 13-ാം വാക്യത്തിൽ മന്ത്രവാദികളുണ്ടായിരുന്നു. 19-ാം വാക്യത്തിൽ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരുണ്ടായിരുന്നു. 24-ാം വാക്യത്തിൽ വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ഉണ്ടായിരുന്നു. അതിൻ്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരെ എഫേസ്യരുടെ അർത്തമീസ് മഹാദേവി എന്ന് ആർത്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം അർത്തമീസ് ദേവിയുള്ള സ്ഥലമായിരുന്നു എഫസോസ്. ക്ഷുദ്രപ്രയോഗങ്ങളുണ്ടായിരുന്നു, മന്ത്രവാദങ്ങളുണ്ടായിരുന്നു, കഠിന ഹൃദയരുണ്ടായിരുന്നു, അനുസരിക്കാത്തവരുണ്ടായിരുന്നു, ദൈവനാമത്തെ ദുഷിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ എഫസോസിൽ പൗലോസ് കാലുകുത്തുമ്പോൾ ഒറ്റ ചോദ്യം. പ്രൈസ് ഗോഡ്. അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, ആമേൻ, മതി. അപ്പം ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫസോസിലെത്തി ശിഷ്യന്മാരെ കണ്ടു. അപ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോൾ പൗലോസിന് ഒരു കാര്യം അറിയായിരുന്നു, ശരിയാ, എഫസോസിൽ ഇതെല്ലാം ഉണ്ട്, അർത്തമീസ് ദേവിയുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ട്, ശക്തികളുണ്ട്. പക്ഷേ പൗലോസിൻ്റെ ഒറ്റ ചോദ്യം, ആദ്യത്തെ ചോദ്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ പ്രാപിച്ചോ എന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ പൗലോസിന് ഒരു കാര്യം അറിയായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും അല്ലെങ്കിൽ എഫസോസിൽ അവരെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര ക്ഷുദ്രപ്രയോഗങ്ങളും മന്ത്രവാദങ്ങളൊക്കെ നമുക്കെതിരെ നിന്നാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അർത്തമീസ് ദേവി ഉണ്ടെങ്കിലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദേശാധിപതി ശക്തികളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എഫസോസിൽ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് പ്രൈസ് ഗോഡ് പൗലോസ് വിശ്വസിപ്പാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഈ എഫസോസിൽ പൗലോസ് പ്രത്യേക ശുശ്രൂഷകളാണ് എഫസോസിൽ ചെയ്തത്. എഫേസ്യ ലേഖനത്തിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനു മുമ്പ് കൊരിന്ത്യർ ലേഖനത്തിൽ എഫസോസിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ അതിൻ്റെ 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷികമെന്ന് വരിൽ എനിക്ക് എന്ത് പ്രയോജനം. അപ്പോൾ അതൊരു മൃഗയുദ്ധമായിരുന്നു എഫസോസിൽ വെച്ച് പൗലോസിനുള്ളത്. മാനുഷിക യുദ്ധമാണ്, പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുക. ഒരു മൃഗയുദ്ധം എന്ന് പറഞ്ഞാൽ അത് വലിയ യുദ്ധമാണ്. പക്ഷേ പൗലോസ് പറയണം, എഫസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷികം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എഫസോസിൽ താൻ പിന്തിരിയുവാനായിട്ട് തയ്യാറായില്ല. വലിയ ശക്തികളുണ്ടായിരുന്നു. 16-ന്റെ 8-9 വാക്യങ്ങളിങ്ങനെ അവൻ, എഫസോസിൽ ഞാൻ ബന്ധക്കോസ് വരെ പാർക്കും, എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. തിമത്യോസ് വന്നാൽ, അപ്പോൾ തിമത്യോസ് ഇപ്പം വരും. പക്ഷേ എഫസോസിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എതിരാളികൾ പലരുണ്ടെന്ന് താൻ പറയുന്നുണ്ട്. പക്ഷേ എതിരാളികളുടെ കാര്യമല്ല ആദ്യം പറയുന്നത് എന്താണ്, എനിക്ക് വലുതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു, എഫസോസിൽ ഞാൻ ബന്ധക്കോസ് വരെ പാർക്കും. എത്ര ശക്തി തനിക്ക് എതിരെ നിന്നാലും ഇവിടെ പാർപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ പൗലോസ് പറയുകയാണ്. പക്ഷേ ആ എതിരാളികളുടെ നടുവിൽ പൗലോസ് കാണുന്നൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ സാഹചര്യം എത്ര എതിരായാലും നമ്മുടെ പുറമേ ഉള്ള കണ്ണുകൾ കൊണ്ട് ഒന്നും കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ആത്മകണ്ണുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വിശാലവും സഫലവുമായ വാതിലുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരു യാത്ര, ഒരു ദൂരയാത്ര വെച്ചിട്ടുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് അനേക പ്ലാനുകളുണ്ട്. ശത്രു പറയും ഇവിടം കൊണ്ട് തീരും, ഇവിടെ അപ്പുറം കടത്തിവിടത്തില്ലെന്ന് ശത്രു പറയും. പക്ഷെ അതിന് നടുവിൽ നാം പറയണം, ഉൾക്കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ആത്മക്കണ്ണുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയണം, ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വിശാലവും സഫലവുമായ വാതിലുകളെ തുറന്നുകൊണ്ട് അതിനെ കണ്ടുകൊണ്ട് ആ കൃപ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഇടവരുത്തണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശത്രു പറയും, പിശാച് പറയും, ഇല്ല, നിനക്ക് എതിരാളികൾ പലരുമുണ്ട്, പ്രൈസ് ഗോഡ്, ഇവിടെ അവസാനിക്കും, അല്ല ഈ ശുശ്രൂഷ ഇതിനപ്പുറത്തില്ല എന്ന് ദുഷ്ടൻ പറയും, പിശാച് പറയും. പക്ഷേ ദൈവത്തിന് നമ്മിൽ അതിൻ്റെ നടുവിലൂടെ നമ്മെ കടത്തിവിടുവാൻ, അത്ഭുതകരമായി നടത്തുവാൻ പ്രൈസ് ഗോഡ് ദൈവത്തിന് സാധിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ അവരിലൊക്കെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ എഫസോസുകാർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പം അല്ലെങ്കിൽ താൻ റിപ്പീറ്റായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എഫസോസിൽക്കാർക്കാണല്ലോ എഫേസ്യ ലേഖനം എഴുതുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ്റെ ബലത്തിൻ വെല്ലബത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ
വലിപ്പം, അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുണ്ട്. പക്ഷേ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, എഫെസോസുകാരെ, എഫേസ്യരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങളൊന്ന് തിരിച്ചറിയണമെന്ന് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അളവറ്റ ശക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാത്തിനും അളവുകളുണ്ട്. രോഗങ്ങൾക്ക് അളവുകളുണ്ട്, ക്യാൻസറുകൾക്ക് പോലും സ്റ്റേജുകളുണ്ട്, എല്ലാത്തിനും അളവുകളുണ്ട്. ലോകത്തിലുള്ള സകലത്തിനും അളവുകളുണ്ട്, സമ്പത്തിനും അളവുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, ദൈവശക്തിയെ കുറിച്ച് പറയുകയാണ്, അത് അളവറ്റതാണ്, അത് അളവില്ലാത്തതാണ്. എത്രത്തോളം നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാമോ അത്രത്തോളം ദൈവത്തിൻ്റെ ആത്മാവിനെ നാം പ്രാപിച്ചു കഴിയുമ്പോൾ അല്ലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവം നമുക്ക് വേണ്ടി വഴികളെ വെട്ടിത്തുറന്ന് നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ താൻ പറയുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരും. പിന്നെയും താൻ പറയുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. പുറമേ ദുഷ്ടൻ എന്തെങ്കിലുമൊക്കെ കരുതിക്കോട്ടെ, ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും, ശരിയാ. പക്ഷേ അല്ലെങ്കിൽ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടണം. ഹല്ലേലൂയ. അതിൻ്റെ 20-ാം അധ്യായത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാക്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നത്. അപ്പം നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം നമ്മെ നടത്തണമെങ്കിൽ എന്ത് സാധിക്കണം? ഹല്ലേലൂയ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പം നമ്മുടെ അകത്തൊരു വ്യാപാര ശക്തി, ദൈവശക്തി വ്യാപരിക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകൾക്കപ്പുറമായി ദൈവം നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ. അനുഭവ സാക്ഷികളൊന്നും പറയാനുള്ള സമയമെടുക്കുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, ഒരു കാര്യം പറയാം. ഹല്ലേലൂയ, ഒന്നും അർഹതപ്പെട്ടിട്ടല്ല, അല്ലെങ്കിൽ ഒന്നും ചിന്തിച്ചിട്ടല്ല, അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറമായിട്ടാണ് ദൈവം നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ. അത്രയും മാത്രം പറഞ്ഞ് നിർത്തട്ടെ. ഹല്ലേലൂയ. അതിനൊക്കെ അപ്പുറമായിട്ടാണ് ദൈവം നമ്മെ നടത്തുന്നത്. കാരണം നമ്മളെപ്പോഴും പരിധികൾ വെക്കും. പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ നടത്തിക്കൊള്ളും. ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറന്നോളും. ഹല്ലേലൂയ. ദൈവം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി, നമ്മുടെ മേലൊരു വ്യാപാര ശക്തി വ്യാപരിച്ചാൽ ദൈവം നമ്മൾ ചിന്തിക്കുന്നതിലും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലെല്ലാം അപ്പുറമായിട്ട് ദൈവം നമ്മെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും.